ദാമ്പത്യ സുഖം. വീട്ടിലെ ദാമ്പത്യ സുഖം വളരെ ഉയർന്ന നിലവാരത്തിൽ അനുഭവിക്കാൻ കഴിയും. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആ ഒരു സന്തോഷഭാവങ്ങളെല്ലാം തന്നെ നന്നായി അനുഭവിക്കാൻ കഴിയും. തന്നെ കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. വേണ്ട, കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന വലിയ തുകകൾ നമുക്ക് തിരികെ വരും. ഒരുപക്ഷെ അത് വാങ്ങിയിരുന്ന ആൾക്കാരുടെ മനോഭാവത്തിലോ അല്ലെങ്കിൽ അവരുടെ ജീവിത കാലഘട്ടത്തിലോ ഉണ്ടായ ബുദ്ധിമുട്ടുകളായിരുന്നിരിക്കാം അത് തിരിച്ചു തരാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ നിലനിന്നിരുന്നത്. അത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ അതുകൂടി ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് ശനിയും ബുധനും പൂർണ്ണ സംയോഗത്തിൽ വരികയാണ്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സംയോഗമുണ്ടാകുന്നത്. ശനിയുടെയും ബുധൻ്റെയും സംയോഗം എണ്ണിയാൽ തീരാത്ത നേട്ടങ്ങളാണ് ചില നാളുകൾക്ക് നൽകുന്നത്. ശനിയും ബുധനും ചേരുക എന്ന് പറയുന്നത് വളരെ വളരെ സൗഭാഗ്യദായകമാണ്. 30 വർഷത്തിനു ശേഷം ചേരുന്ന അപൂർവമായൊരു ഭാഗ്യമുണ്ട് ഈ വർഷത്തിൽ. ആ ഭാഗ്യം അനുഭവിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഭാഗ്യം 9 നാളുകാർക്കാണ്. ആ 9 നാളുകാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങൾ വെവ്വേറെയാണെങ്കിലും വേദജ്യോതിഷമനുസരിച്ച് രാശിമാറ്റത്തിൻ്റെ ഫലമായി ചില രാശികളിൽ ഗ്രഹങ്ങൾ ഒന്നിച്ചെത്താറുണ്ട്. അതിനെയാണ് ഗ്രഹസംയോഗം എന്ന് പറയുന്നത്. ചില ഗ്രഹങ്ങൾ ചില രാശികളിൽ ഒന്നുപോലെ വരും. അതിനെ ഗ്രഹസംയോഗം എന്ന് പറയും. ഗ്രഹങ്ങളുടെ പൂർണ്ണ സംയോഗങ്ങളും അപൂർണ സംയോഗങ്ങളും സംഭവിക്കാം. അത് വർഷങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. നവഗ്രഹങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ബുധനും ശനിയും അന്യോന്യം കൃത്യം 0 ഡിഗ്രിയിൽ എത്തിച്ചേരുന്നു. ഇതിനെ പൂർണ്ണ സംയോഗം എന്നാണ് വിളിക്കുന്നത്. ഈ പൂർണ്ണ സംയോഗത്തിൽ ബന്ധപ്പെടുന്ന നാളുകൾക്ക് പൂർണ്ണമായ ഐശ്വര്യവർദ്ധനവും ഉണ്ടാകും. അങ്ങനെയുള്ള 9 നാളുകളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഉത്രം, അത്തം, ചിത്തിര ആ നാളുകളിൽ പൂർണ്ണ സംയോഗമുണ്ടാകുന്നു. ഈ പൂർണ്ണ സംയോഗത്തിൻ്റെ ഗുണം ആ നാളുകാർക്ക് ലഭിക്കുന്നുണ്ട്. ഈ രാശിക്കാരുടെ 6ാം ഭാവത്തിലാണ് ഇത് നടക്കുന്നത്. ഈ പൂർണ്ണ സംയോഗം നടക്കുന്നത് ഉത്രം, അത്തം, ചിത്രക്കാരുടെ 6ാം ഭാവത്തിലാണ്. അതായത് ശത്രുക്കൾക്കെതിരെയുള്ള വിജയം. ഈ പൂർണ്ണ സംയോഗം അനുഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്രം, അത്തം, ചിത്തിര നാളുകാർക്ക് സംഭവിക്കാൻ പോകുന്നത് ശത്രുക്കളുടെ മുകളിലുള്ള വിജയം. അതായത് ഇന്നലെ വരെ നമുക്ക് വളരെയധികം ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്ന ചില ആളുകളിൽ നിന്നുള്ള രക്ഷ നേടൽ തന്നെയല്ല, അവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരൽ. എല്ലാ കാര്യം കൊണ്ടും നമ്മൾക്ക് ഒരു ഉയർച്ചയും ഒരു വളർച്ചയും ഒക്കെ ഉണ്ടാകുന്ന കാലമാണിത്. അതുപോലെ കോടതി വിഷയങ്ങളിൽ അനുകൂലമായ വിധി നമുക്ക് വന്നു ചേരാം. ഉത്രമത്തം ചിത്തിര നാളുകാർക്ക് എന്തെങ്കിലും കോടതി വിഷയങ്ങൾ, കേസ് സംബന്ധമായ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായ ഒരു വിധിയാണ് നമുക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ബിസിനസ്സുകളിൽ വിജയം. വലുതും ചെറുതുമായ ബിസിനസ്സുകൾ നടത്തിപ്പോരുന്ന ഉത്രമത്തം ചിത്തിര നാളുകാരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ആ ബിസിനസ്സിലൊക്കെ വലിയ വിജയം. അതെത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും തടസ്സമില്ലാതെ, നാശമില്ലാതെ ബിസിനസ് മുന്നോട്ട് കുതിക്കുന്നത് കാണാൻ കഴിയും. ആ കുതിപ്പിൽ വൻ ലാഭങ്ങൾ നമുക്ക് വന്നു ചേരുന്നതായിട്ടും തിരിച്ചറിയാൻ കഴിയും. അതുപോലെ തന്നെ പഴയ നിക്ഷേപങ്ങളിലൂടെയുള്ള ലാഭം. വർഷങ്ങൾക്ക് മുമ്പ് ചില നിക്ഷേപങ്ങളൊക്കെ നടത്തി ആ നിക്ഷേപങ്ങൾ പൊതുവിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ചിരിക്കുന്ന അവസരത്തിൽ അത് വീണ്ടും ശക്തി പ്രാപിച്ച് നമ്മളിലേക്ക് എത്തുന്നു. അതായത് പണ്ട് നമ്മൾ വേണ്ട എന്ന് വിചാരിച്ച് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പല നിക്ഷേപങ്ങൾക്കും പ്രയോജനത്തോടു കൂടി നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന സാഹചര്യം. എന്നുവെച്ചാൽ ധനം നമ്മൾ വിചാരിക്കാതെ ഇരിക്കുന്ന സമയത്ത് വന്നു ചേരുമെന്ന അർത്ഥം. അതുപോലെ തന്നെ കടം കൊടുത്ത പണം തിരികെ ലഭിക്കും. വേണ്ട, കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന
വലിയ തുകകൾ നമുക്ക് തിരികെ വരും. ഒരുപക്ഷെ അത് വാങ്ങിയിരുന്ന ആൾക്കാരുടെ മനോഭാവത്തിലോ അല്ലെങ്കിൽ അവരുടെ ജീവിത കാലഘട്ടത്തിലോ ഉണ്ടായ ബുദ്ധിമുട്ടുകളായിരുന്നിരിക്കാം അത് തിരിച്ചു തരാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ നിലനിന്നിരുന്നത്. അത് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. ആഹ്ലാദത്തോടു കൂടി ആ ഒരു ബന്ധം വളരെ നല്ല സൗഹൃദത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനലാഭം എന്ന് പറഞ്ഞാൽ മറഞ്ഞു കിടക്കുന്ന പിതൃസ്വത്തുകൾ നമ്മുടെ കയ്യിലേക്ക് വരിക, മാതൃപരമായ സ്വത്തുകൾ നമ്മുടെ കയ്യിലേക്ക് വരിക. അതുപോലെ തന്നെ ധനപരമായി ഒരുപക്ഷെ ഈ വീടിനൊക്കെ പിന്നെ ബേസ്മെൻറ്റിന് വേണ്ടി തറ കുഴിക്കുമ്പോഴോ കിണറിന് വേണ്ടി കുഴിക്കുമ്പോഴോ ഒക്കെ ചില അപൂർവ നേട്ടങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. പിന്നെ ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം അഥവാ പ്രമോഷൻ, ശമ്പള വർധനവ്, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള മാറ്റം തുടങ്ങിയവ ഉണ്ടാകുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആരോഗ്യം തൃപ്തികരമാകും. അതായത് ഈ പൂർണ്ണ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഉത്രം അത്തം ചിത്തിര നാളുകാരുടെ ആരോഗ്യമൊക്കെ നല്ല നിലയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അവർക്ക് നന്മ വരട്ടെ. അടുത്ത 3 നാളുകൾ എന്ന് പറഞ്ഞാൽ ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകളാണ്. പൂർണ്ണ സംയോഗ വ്യവസ്ഥയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകൾ പൂർണ്ണ സംയോഗം ഇവരുടെ ധനഭാവത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സാമ്പത്തികമായ വളർച്ച, കിട്ടാതെ കിടന്നിരുന്ന ധനം ലഭിക്കുക, ഭാഗ്യക്കുറി പോലെയുള്ള ധനം ലഭിക്കുക, ചിട്ടി വന്നു ചേരുക, വിദേശ ലോട്ടറികളിലൂടെയുള്ള ധനം വരിക, കിട്ടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം ലഭിക്കുക, അപ്രതീക്ഷിതമായി പിതൃസ്വത്തോ മാതൃസ്വത്തോ ഒക്കെ ലഭിക്കുക, വിദേശത്ത് പോയിരുന്ന സുഹൃത്തുക്കൾ ധനപരമായി നമ്മളെ സഹായിക്കുക തുടങ്ങിയ ഒട്ടനവധി പ്രത്യേകതകൾ ധനഭാവത്തിൽ പൂർണ്ണ സംയോഗം നടക്കുന്നത് കൊണ്ട് ലഭിക്കുക തന്നെ ചെയ്യും. ദാമ്പത്യ സുഖം, വീട്ടിലെ ദാമ്പത്യ സുഖം വളരെ ഉയർന്ന നിലവാരത്തിൽ അനുഭവിക്കാൻ കഴിയും. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആ ഒരു സന്തോഷഭാവങ്ങളെല്ലാം തന്നെ നന്നായി അനുഭവിക്കാൻ കഴിയും ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം. ദാമ്പത്യ സുഖം ശാന്തിയിലും സമാധാനത്തിലും മുമ്പോട്ട് പോകും. അതുപോലെ ചെറുതും വലുതുമായ ഏത് ബിസിനസ്സാണെങ്കിലും ഉന്നതിയിലെത്തുക തന്നെ ചെയ്യും. കുടുംബ ജീവിതത്തിൽ സമാധാനം, മക്കളും മരുമക്കളും അച്ഛനും അമ്മയും ഒക്കെ ഒത്തുള്ള ജീവിതം വളരെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തലത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പൂർണ്ണ സംയോഗം നിലനിന്നാൽ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ടാകും. ഇന്നലെ വരെ വിഘടനം പറഞ്ഞിരുന്ന സഹോദരന്മാർ സഹോദരിമാരൊക്കെ കുടുംബത്തിൽ വന്നുചേരും. അവരുടെ സൗഖ്യം നിലനിർത്തുവാൻ വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ അവസരം ലഭിക്കും. നന്മയുടെ വഴിയിലൂടെ നമുക്ക് കൂട്ടായ്മയോട് മുമ്പോട്ട് പോകാൻ കഴിയും. പിന്നെ മറ്റുള്ളവരിൽ മതിപ്പ് ഉണ്ടാക്കുന്ന ഒരു രീതി, നമ്മൾ ഏത് പ്രവർത്തനത്തിൽ ഏത് കർമ്മതലത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും മറ്റുള്ളവരുടെ പ്രീതി, ഇഷ്ടം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഈ സമയത്ത് നമുക്കുണ്ടാകും. ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ എത്തിച്ചേരാൻ കഴിയുന്നവരാകും. തീർച്ചയായും പൂർണ്ണ സംയോഗം അതിനുള്ള അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും. പിന്നെ മാർക്കറ്റിംഗ്, ബാങ്കിങ് ഈ മേഖലകളിലുള്ളവർക്ക് വളരെ നല്ല സമയമാണ്. മാർക്കറ്റിംഗ് ലീഡർഷിപ്പിലേക്ക് വരാം. ബാങ്കിങ്ങിലെ പ്രമോഷൻ സാധ്യതകളിലേക്ക് എത്താൻ കഴിയും. അതുപോലെ പ്രശസ്തി ഒക്കെ ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ആരോഗ്യനില പൊതുവിൽ നിന്ന് മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പൂർണ്ണ സംയോഗത്താൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത 3 നാളെന്ന് പറഞ്ഞാൽ വിശാഖം, അനിഴം, തൃക്കേട്ടയാണ്. പൂർണ്ണ സംയോഗം ഇവരുടെ 4ാം ഭാവത്തിലാണ് സംഭവിക്കുന്നത്. ഭൗതിക സുഖങ്ങൾ കൂടുതലായി അനുഭവിക്കാൻ കഴിയും. അഥവാ വീടിനെ പരിഷ്കരിക്കുക, വാഹനങ്ങൾ വാങ്ങുക, വീട്ടിലേക്ക് പുതിയ യന്ത്രസാമഗ്രികൾ വാങ്ങുക, അതുപോലെ തന്നെ പുതിയ മേഖലകളിലേക്ക് വീട്ടിലുള്ള മറ്റംഗങ്ങൾ എത്തിച്ചേരുക, സാമ്പത്തിക നിലവാരത്തിലുള്ള മെച്ചമുണ്ടാവുക. അതുപോലെ തന്നെ വിശാഖം, അനിഴം, തൃക്കേട്ട നാളുകാർക്ക് സാമ്പത്തികമായ മേൽക്കോയ്മയുണ്ടാവുക, വീട്ടിലെ മറ്റുള്ള അംഗങ്ങൾക്കെല്ലാം തന്നെ ജോലി ലഭിക്കുക തുടങ്ങി മനോഹരമായിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാൻ ഈ പൂർണ്ണ സംയോഗം വിശാഖം, അനിഴം, തൃക്കേട്ട നാളുകാരെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങാൻ, പ്രോപ്പർട്ടി വാങ്ങാൻ, അതായത് വസ്തുവകകളൊക്കെ വാങ്ങാനുള്ള അവസരം പൂർണ്ണമായും ഉണ്ടാകും. കുറച്ചല്ല, ഏക്കർ കണക്കിന് വസ്തുക്കൾ വാങ്ങാനുള്ള അവസരം ഒരുപക്ഷെ വന്നു ചേർന്നു എന്ന് വന്നേക്കാം. അപ്പോൾ അതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുന്നതാണ് പൂർണ്ണ സംയോഗം എന്ന് പറയുന്നത്. പിന്നെ പദവിയും അധികാരവും നമ്മളിലേക്ക് വന്നു ചേരാം. ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവസ്ഥകൾ തികച്ചും വ്യത്യസ്തമായി
അംഗീകാരത്തിലേക്കും പദവിയിലേക്കുമൊക്കെ നമ്മൾ ഉയർന്നു പോകുന്നത് കാണാൻ കഴിയും. രാഷ്ട്രീയ നിലവാരത്തിലൊക്കെ താമസിക്കുന്നവർക്ക്, രാഷ്ട്രീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനുള്ള അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കോൺട്രാക്റ്റ് ജീവനത്തിലിരിക്കുന്നവർക്ക് മറ്റ് ജോലിയിലേക്ക് പ്രവേശിക്കാനും ആ ജോലിയിലൂടെ സമ്പത്തിൻ്റെ വർധനവുണ്ടാക്കുവാനും കഴിയും. ധനപരമായിരിക്കുന്ന എല്ലാ അനുഭവവേദ്യ വ്യവസ്ഥിതികളും ദൈവം നമുക്ക് അനുഗ്രഹത്തിലൂടെ തരും. പൂർവിക സ്വത്ത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകും. അമ്മ വഴിയും അച്ഛൻ വഴിയും നമുക്ക് ലഭിക്കേണ്ടുന്ന സ്വത്തുക്കളൊക്കെ വന്നു ചേരും. അവർ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മളിലേക്ക് വന്നു ചേരും. എല്ലാ അർത്ഥത്തിലും സൗഭാഗ്യകരമായൊരു ജീവിതത്തിൻ്റെ ഭാഗത്തേക്ക് എത്തുവാൻ വിശാഖമനിഴം തൃക്കേട്ടക്കാർക്ക് കഴിയും. അനാവശ്യ ചിന്തയും ആശങ്കയും കുറയും. രോഗദുരിതങ്ങളെക്കുറിച്ചും നാളുകളെക്കുറിച്ചുമുള്ള ആശങ്കകളും അനാവശ്യ ചിന്തകളുമൊക്കെ കുറഞ്ഞ് കുടുംബത്തോടൊപ്പം വളരെ സൗഹൃദമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് നീങ്ങാൻ കഴിയും. ശാന്തിയും സമാധാനവും കുടുംബത്തിൽ നിൽക്കുക തന്നെ ചെയ്യും. സാമ്പത്തിക അഭിവൃദ്ധി ഏതു വിധത്തിലും വന്നെത്തും. വിദ്യാഭ്യാസ പുരോഗതി, തൊഴിൽ നേട്ടം, അതുപോലെ ദുരിത ജീവിതത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ, അതുപോലെ ചില പ്രത്യേക ക്ഷുദ്രജീവികളിൽ നിന്നുള്ള ആക്രമണത്തെ കണ്ടറിഞ്ഞ് തടയാൻ ശ്രമിക്കൽ ഒക്കെ ഈ പൂർണ്ണ സംയോഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ പൂർണ്ണ സംയോഗം ഈ 9 നാളുകാരെ ഗംഭീരമായി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈശ്വരൻ്റെ ശക്തിയാൽ. നന്മയുണ്ടാകട്ടെ എല്ലാവർക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനകൾ തീർച്ചയായും നിങ്ങളും ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.